ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജോലി ഉണ്ടായിരുന്നു എന്ന് പറയുകയുള്ളൂ. കാരണം അവർക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായി. ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിചാരിക്കും ഇത്രയും ശമ്പളമൊക്കെ കിട്ടുന്ന നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം രാജിവെക്കാൻ. വീട്ടിലോ ഒന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല. അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെ വിമോചനം, അശോക് സിംഗാൾ എന്ന് പറയുന്ന മഹാത്മാവിൻ്റെ ജീവിതം, അതിനുവേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയല്ല. അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഈ സന്യാസിമാരെ മുഴുവൻ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു ധാർമ്മിക മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു അശോക് സിംഗാൾ കേരളത്തിൽ വന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, ഒരു പത്രസമ്മേളനം നടന്നു. ആ പത്രസമ്മേളനത്തിൽ വെച്ച് പത്രക്കാർ അദ്ദേഹത്തെ വേണമെങ്കിൽ പിച്ച് ചീന്തി എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം പക്ഷേ ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു, അമ്പലം ക്ഷേത്രം അവിടെ തന്നെ പണി. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ല. അവരെ കൂട്ടിക്കൊണ്ട് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി ആദ്യമായിട്ടൊരു കർസേവപുരം 250 ഏക്കർ മാലിക്കുന്ന സ്ഥലം. ഇവിടെ രാമായണ മാസം ആചരിക്കണം എന്നുള്ള ആഹ്വാനം 1980 ഉണ്ടായപ്പോൾ തന്നെ അതിനെതിരായിട്ട് പദയാത്രകൾ സംഘടിപ്പിച്ചവരാണ് DYFIക്കാർ. രാമായണ മാസത്തിനെതിരായിട്ടാണ്, രാമനെതിരായിട്ടാണ്, രാമായണത്തിനെതിരായിട്ടാണ്. EMS നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിൽ ശിലാപൂജ നടത്തി. മാറാട്ടെ ആ ഒരു സംഭവം, അവിടുത്തെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന പേരുകളിലൊന്നാണ് കുമ്മനം രാജശേഖരൻ. ഞാനവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ആകെ വളരെ ശോകമുഖമാണ്. അതൊക്കെ ആണ് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. പ്രക്ഷോഭം വ്യാപിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും. സംഘർഷത്തിൻ്റെ ഭാഷയിലല്ല. അതായത് JCB കൊണ്ടുവന്ന് കുഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വാള് കിട്ടുന്നു, പല സ്ഫോടക വസ്തുക്കളും കിട്ടുന്നു. പരിസര പ്രദേശത്തെമ്പാടും ഒരു വലിയ കൂട്ടക്കൊലയ്ക്കുള്ള അക്രമത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടായി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യം, ആത്മീയ രംഗത്തും സമരഭൂമിയിലും ഒരുപോലെ നിറഞ്ഞു നിന്ന നേതാവ്, BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ, മുൻ മിസോറാം ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരനാണ് ഇന്ന് ബ്രേവ് ഇന്ത്യക്കൊപ്പം ഉള്ളത്. ചേട്ടാ നമസ്കാരം. കോട്ടയത്തെ ഒരു ഉൾനാടൻ ഗ്രാമം കുമ്മനം, അവിടെ നിന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനായി, അതിനുശേഷം മിസോറാം ഗവർണറായി. അപ്പോൾ ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനം എങ്ങനെയായിരുന്നു ആരംഭിച്ചത്? നാട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തും അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയും അതിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുകയൊക്കെ ചെയ്തതിലൂടെ കിട്ടിയ ഒരു പൊതുപ്രവർത്തന പരിചയമാണ്. തീർച്ചയായിട്ടും ചെറുപ്പകാലം മുതൽ തന്നെ ഇങ്ങനെയുള്ള സംഘടനകളിൽ പ്രവർത്തിക്കാൻ എനിക്ക് പ്രേരണ ലഭിച്ചത്. സ്കൂളിലും കോളേജിലുമൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ പൊതുപ്രവർത്തനമായിരുന്നു. പിന്നെ വളരെ ചെറുപ്പകാലത്ത് തന്നെ, കുട്ടിക്കാലത്ത് തന്നെ രാഷ്ട്രീയ സ്വയംസേവക സംഘവുമായിട്ട് ബന്ധപ്പെട്ടു. ഞാനൊരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഒരു ശാഖ സംഘത്തിൻ്റെ കുമ്മനത്തുണ്ടായത്, തുടങ്ങിയത്. അന്ന് ജില്ലാ പ്രചാരകൻ മാധവനുണ്ണി, തൃശ്ശൂരിലൊരു അഡ്വക്കറ്റാണിപ്പോൾ. അന്ന് അദ്ദേഹം അവിടെ കോട്ടയത്ത് സംഘപ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി നിയോഗിക്കപ്പെട്ടൊരു പ്രചാരകനായിരുന്നു. അദ്ദേഹം കുമ്മനത്ത് വന്നു, പലരെയും കണ്ടു. ആ കൂട്ടത്തിൽ എൻ്റെ വീട്ടിലും വന്നു പരിചയപ്പെട്ടു. അപ്പോൾ അതുവഴിയൊക്കെ ഇങ്ങനെ വൈകുന്നേരം പന്ത് കളിക്കുകയും, വീടിൻ്റെ മുമ്പിലുള്ള ഒരു വലിയ മൈതാനമാണ്, അവിടെയൊക്കെ പന്ത് കളിക്കുക. വൈകുന്നേര സമയങ്ങളിലൊക്കെ അങ്ങനെ സമയം ചെലവഴിച്ചു. ശാഖ തുടങ്ങി, ഇപ്പോൾ വൈകുന്നേരം ശാഖയിലായി. അങ്ങനെയാണ് പൊതുപ്രവർത്തന രംഗത്തേക്ക് വന്നത്. പിന്നെ അച്ഛൻ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അച്ഛൻ അവിടുത്തെ കരയോഗം പ്രസിഡൻ്റാണ്. ക്ഷേത്രത്തിൻ്റെ 6 കരക്കാരുടെ ഒരമ്പലം, ദേവീക്ഷേത്രമുണ്ട്, അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. കോട്ടയം താലൂക്ക് NS യൂണിയൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു, അഭിഭാഷകൻ. അങ്ങനെ പൊതുപ്രവർത്തന രംഗത്ത് അദ്ദേഹം വളരെയധികം സജീവമായിരുന്നു. അപ്പോൾ കൂട്ടത്തിൽ നടന്നും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടും ഒക്കെ മനസ്സിലാക്കിയതിലൂടെ കിട്ടിയ ഒരു പ്രേരണയും പ്രചോദനവും ആണ് വാസ്തവത്തിൽ പൊതുപ്രവർത്തനത്തിലേക്ക് വരാൻ ഇടയാക്കിയ സാഹചര്യം. സ്കൂളിൽ പഠിക്കുമ്പോൾ സമരങ്ങളൊക്കെ നടത്തിയെന്ന് വായിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു അതൊക്കെ? സ്കൂളിലെ കുട്ടികൾ സാധാരണ ഉയർത്തിപ്പിടിക്കുന്ന ആവശ്യങ്ങളുണ്ടല്ലോ. സ്കൂളിൽ അവിടുത്തെ മെച്ചപ്പെട്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ വേണം, സൗകര്യങ്ങളുണ്ടാകണം. അതൊക്കെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ കുട്ടികളെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെയുള്ള ചെറിയ യോഗങ്ങൾ നടത്തുക, 2 മുദ്രാവാക്യങ്ങളൊക്കെ വിളിക്കുക. ഇതൊക്കെ ഒരു സ്കൂളിലെ കുട്ടികളുടേതായിട്ടുള്ളൊരു
സ്വഭാവമാണ്, തനത് സ്വഭാവമാണ്. കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സമരങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ BSc ബോട്ടണി ആയിരുന്നു. അപ്പോൾ നാച്ചുറൽ സയൻസ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആയിരുന്നു. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് ചില ഈ ബയോളജി പഠിച്ചവർക്ക് മെഡിക്കൽ MBBSന് സീറ്റ് ഒരു റിസർവേഷൻ വേണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു സമരം ഉണ്ടായിരുന്നു. അത് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സമരമുഖത്ത് വന്നു. അതൊക്കെ ഉണ്ടായിട്ടുള്ളൂ ആ കോളേജ് സ്കൂൾ പഠനകാലത്ത് എന്നൊക്കെ പറയാം. മാധ്യമപ്രവർത്തന രംഗത്തേക്ക് പിന്നീട് തിരിഞ്ഞു. അതെ, ഞാൻ കോളേജ് പഠിക്കാൻ സന്ദർഭത്തിൽ CMS കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ CMS കോളേജിൻ്റെ തൊട്ടടുത്താണ് കേരളഭൂഷണം പത്രം. അപ്പോൾ അവിടെ KM റോയ് സാറ്, ജലാലുദ്ദീൻ രാജു തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ളവർ അവിടെ വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വൈകുന്നേരം കിട്ടുന്ന സമയം അവിടെ പോയിരിക്കും, അവരുമായിട്ടൊക്കെ വർത്തമാനം പറയും. അങ്ങനെ വാർത്തകൾ അവരെന്നെ എഴുതാൻ നിയോഗിക്കും, പത്രാധിപർക്കുള്ള കത്തുകൾ എഴുതാൻ പറയും. അങ്ങനെയൊക്കെ ഒരു പത്രമായിട്ടൊരു അടുപ്പം. അങ്ങനെ BScക്ക് പഠിക്കുമ്പോൾ CMS കോളേജിൽ പഠിക്കും. പിന്നെ BSc കഴിഞ്ഞതിന് ശേഷം ജേർണലിസമാണ് പഠിച്ചത്. അത് പഠിച്ചതിന് ശേഷം ഉടനെ തന്നെ ഈ എറണാകുളത്ത് ഒരു രാഷ്ട്രവാർത്ത എന്ന് പറയുന്നൊരു സായാഹ്ന ദിനപത്രം ഉണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തു. അങ്ങനെ കുറേ നാൾ അടിയന്തരാവസ്ഥ വരെയാണ്ട് അത് അടിയന്തരാവസ്ഥ കൂട്ടിപ്പോയി. അപ്പോൾ ആകെ സംഘത്തിൻ്റെയും അക്കാലത്ത് ജനസംഘത്തിൻ്റെയും എന്ന് പറയാൻ ഈ ഒരു സായാഹ്ന ദിനപത്രം മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പത്രം നിന്നതോടുകൂടി പിന്നെ തിരുവനന്തപുരത്തേക്ക് മാറി. അങ്ങനെയാണ് കേരളദേശം എന്ന് പറയുന്ന കുങ്കുമം നാന കേരള ശബ്ദം ആ ഗ്രൂപ്പിൻ്റെ ഒരു പത്രമായിരുന്നു കേരളദേശം. അത് പുതുതായിട്ട് ആരംഭിച്ചതാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ കൂടെ അന്ന് ഡെസ്കിലുണ്ടായിരുന്നവരെന്ന് ആണ് ഇപ്പോഴത്തെ കവി മധുസൂദനൻ നായർ, പുത്തൂർ പ്രഭാകരൻ, വിളക്കുടി രാജേന്ദ്രൻ, നെല്ലിക്ക മുരളീധരൻ, വഴുതക്കാട് രാജേന്ദ്രൻ, നരേന്ദ്രൻ, ഇങ്ങനെയൊക്കെയുള്ള പ്രമുഖരായ ആൾക്കാർ തന്നെയായിരുന്നു. KVS ഇളയതായിരുന്നു അതിൻ്റെ പത്രാധിപൻ. അപ്പോൾ അതും പൂട്ടി, അടിയന്തരാവസ്ഥക്കാലത്ത് തന്നെ പൂട്ടി. കാരണം വെച്ചാൽ അന്ന് പത്രങ്ങൾക്കൊന്നും യാതൊരു സ്കോപ്പും ഇല്ല. സെൻസർഷിപ്പ് ഏർപ്പെടുത്തി, സർക്കാർ പറയുന്നത് പ്രസിദ്ധീകരിക്കണം. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കോട്ടയത്ത് വരുന്നത്. അപ്പോൾ ഈ ജേർണലിസം പാസ്സായി ഉടനെ തന്നെ ഞാൻ കോട്ടയത്തേക്ക് മടങ്ങി. ദീപിക ദിനപത്രത്തിൻ്റെ മുഖ്യ പത്രാധിപരായിരുന്ന ഫാദർ കൊളംബിയർ, അദ്ദേഹം വീട്ടിൽ അച്ഛനെ വിളിച്ച് പറഞ്ഞു, നിങ്ങളുടെ കുടുംബത്തിന് ദീപികയുമായിട്ടൊരു ബന്ധമുണ്ട്, അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് ഒരാളെ ഞങ്ങളുടെ ദീപികയിലേക്ക് വരണം. ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഞാൻ ദീപികയിൽ പോകും. അപ്പോൾ ആ പത്രാധിപർ ഫാദർ കൊളംബിയറാണ്, അദ്ദേഹമാണ് ചീഫ് എഡിറ്റർ. അദ്ദേഹം പറഞ്ഞു, ദീപികയിൽ നിങ്ങൾ ജോയിൻ ചെയ്യും എന്ന് പറഞ്ഞ് ഞാൻ ജേർണലിസം പഠിച്ചതല്ലേ. അങ്ങനെയാണ് ഞാൻ അവിടെ ആദ്യമായിട്ട് ജോയിൻ ചെയ്തത്, പാസ്സായ ഉടനെ തന്നെ. പക്ഷേ അപ്പോഴാണ് ഈ രാഷ്ട്രവാർത്തയിൽ നമ്മുടേതായ ഒരു പത്രം, നമ്മുടെ ഒരാൾ ഇങ്ങനെ ജേർണലിസമൊക്കെ പാസ്സായി, ശരി, എന്നെ ക്ഷണിച്ചു ഇവിടേക്ക്. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രവാർത്തയിലേക്ക് വന്നത്. ദീപിക എന്നാണ് തുടക്കം എന്ന് വേണമെങ്കിൽ പറയും. പിന്നെ കേരളദേശം, പിന്നെ കോട്ടയത്ത് നിന്ന് കേരളഭൂഷണം, കേരളധ്വനി, അങ്ങനെ പല പത്രങ്ങളിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി കിട്ടും. ഞാൻ 10 വർഷക്കാലം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലായിരുന്നു. അങ്ങനെ പത്രപ്രവർത്തനമായിട്ടുള്ള ബന്ധം അത്രയും ആണ്. ഈ ഫുഡ് കോർപ്പറേഷൻ ഇന്ത്യയിൽ നിന്നുള്ള ജോലി അത് രാജിവെക്കാനുള്ള ആ ഒരു സാഹചര്യം, പ്രചാരകമാകാനുള്ള തയ്യാറെടുപ്പ് എങ്ങനെയാണ് അതിലേക്ക് നയിച്ചത്? ഞാൻ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന സമയത്താണ് രാജിവെച്ച് മുഴുവൻ സമയ പ്രവർത്തനത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചത്. കാരണം 87-ലാണ് രാജിവെക്കുക. 82-ലെ വിശാല ഹിന്ദു സമ്മേളനമുണ്ട്, ഈ എറണാകുളത്ത് വെച്ച് നടന്നു. അതിൻ്റെ ഒരു പ്രമുഖമായൊരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ ഫീൽഡ് വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അന്ന് നിയോഗിക്കപ്പെട്ടിരുന്നു. 83-ലാണ് നിലയ്ക്കൽ പ്രശ്നം ഉണ്ടാകും, അതിൻ്റെ ജനറൽ കൺവീനറായിരുന്നു. അപ്പോൾ അറസ്റ്റ് വരിക്കേണ്ടി വന്നു. തുടർന്ന് സസ്പെൻഷനിലായി. അപ്പോൾ എപ്പോഴും സസ്പെൻഷനും ഈ പ്രവർത്തനത്തിൻ്റെ ബഹളവും എല്ലാത്തിനിടയിൽ ഇനിയിപ്പോൾ ജോലി തുടർന്നിട്ട് കാര്യമില്ലെന്ന് തോന്നി. അങ്ങനെയാണ് 87 രാജിവെക്കുന്നത്. രാജിവെച്ചാൽ ഉടനെ അപ്പോൾ തിരഞ്ഞെടുപ്പാണ്. ഞാൻ സ്ഥാനാർത്ഥിയായി, ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി. ഞാൻ, കേരളവർമ്മ, അങ്ങനെ പലരും 5 സ്ഥാനാർത്ഥികൾ അന്ന് മത്സരിച്ചു, ഹിന്ദു മുന്നണി സ്ഥാനാർത്ഥികളായി. ഞാൻ തിരുവനന്തപുരം ഈസ്റ്റിലാണ്,
വെസ്റ്റിൽ കേരളവർമ്മയാണ്, നോർത്തിൽ KG മാരാരാണ്. അങ്ങനെ ഡോക്ടർ മാധവൻകുട്ടിയായിരുന്നു കോഴിക്കോട്. ഇങ്ങനെ പല സ്ഥലങ്ങളിലും നല്ല ഒരു പുതിയൊരു ഉണർവോടു കൂടിയായിരുന്നു അന്ന് രംഗത്തേക്ക് വന്നു. ഒരു പുത്തൻ ശക്തി കേരളത്തിൽ, ഒരു രാഷ്ട്രീയ ശക്തി ഉണ്ട് എന്ന് തെളിയിക്കാൻ ആ തിരഞ്ഞെടുപ്പിൽ സാധിച്ചു. അങ്ങനെയാണ് പിന്നെ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഫുൾ ടൈം രാജിവെച്ചിറങ്ങിയാണല്ലോ, ഫുൾ ടൈം തന്നെ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. പ്രചാരകൻ എന്നുള്ള നിലയ്ക്ക് തന്നെ ഞാൻ പ്രവർത്തന രംഗത്തുണ്ടായിരുന്നു. ആദ്യം എന്നെ ഏൽപ്പിച്ച പ്രവർത്തനം ഹിന്ദു മുന്നണിയുടെ പ്രവർത്തനമാണ്. എൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്കായിരുന്നു. അതുവരെ P. മാധവജിയായിരുന്നു അതിൻ്റെ ജനറൽ സെക്രട്ടറി. തുടർന്ന് അങ്ങനെ അതിൻ്റെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചു. ആ ഹിന്ദു മുന്നണിക്ക് ശേഷമാണ് പിന്നീട് ഹിന്ദു ഐക്യവേദിയൊക്കെ വരും. പിന്നെ വിശ്വ ഹിന്ദു പക്ഷത്തിലേക്കാണ് വന്നത്. ക്ഷേത്ര സംസ്ഥയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു, വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്നു ദീർഘകാലം. പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറിയായി. അപ്പോൾ ഇതിനിടയ്ക്ക് 1990 ആണ് ജന്മഭൂമി ദിനപത്രത്തിൻ്റെ എഡിറ്ററായി. അതിനുശേഷം പിന്നീട് മാനേജിംഗ് ഡയറക്ടറായി, മാനേജിംഗ് എഡിറ്ററായി. അങ്ങനെ പല പോസ്റ്റുകൾ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. വീണ്ടും ഹിന്ദു ഐക്യവേദിയുടെ ചുമതല ഏറ്റെടുത്തു. ഈ പ്രചാരക ജീവിതത്തിലേക്ക് എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രചോദനം എങ്ങനെയായിരുന്നു? അല്ല, ഞാനിൽ തന്നെ ഒരു മുഴുവൻ സമയ പ്രവർത്തകനായിരുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ജോലി ഉണ്ടായിരുന്നു എന്ന് പറയുകയുള്ളൂ. കാരണം അവർക്ക് തന്നെ ഒരു വലിയ ബുദ്ധിമുട്ടായി. ഞാൻ പല യോഗങ്ങളിൽ പോയി പങ്കെടുക്കുന്നു, അവധിയെടുത്ത് പോകുന്നു, പിന്നെ പല പ്രക്ഷോഭങ്ങളിൽ ഇങ്ങനെ പങ്കെടുക്കുന്നു, അറസ്റ്റ് വരിക്കുന്നു, ജയിലിലാകുന്നു. കേന്ദ്ര ഗവൺമെൻറ് നിയമം അനുസരിച്ച് 24 മണിക്കൂർ കൂടുതൽ ജയിലിൽ കിടന്നാൽ സസ്പെൻഷനാണ്. അങ്ങനെയൊക്കെ സസ്പെൻഷൻ വരുന്നു. അപ്പോൾ ആ ജോലിയോട് സത്യസന്ധത കാട്ടാൻ ഏതായാലും കഴിയില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടു. പിന്നെ മുഴുവൻ സമയം പൂർണ്ണമായിട്ട് അങ്ങനെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പണ്ടുകാലം മുതൽ പൊതുപ്രവർത്തനത്തിൽ മുഴുവൻ സമയം പ്രവർത്തിക്കണം തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ ഒരു ചെറുപ്പത്തിൽ കിട്ടിയൊരു ആവേശം സംഘശാഖയിൽ നിന്ന് ലഭിച്ചതാണ്. അതുകൊണ്ട് ഹൈന്ദവ സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടാണ് കൂടുതൽ ഇടപെടുക. പിന്നെ വീടിന് തൊട്ട് മുമ്പിൽ ഒരു ക്ഷേത്രമാണ്, ആ ക്ഷേത്രമുറ്റത്താണ് കളിച്ചു വളർന്നത്. അപ്പോൾ ഒരു ആധ്യാത്മികവും ധാർമ്മികവും സാമൂഹ്യപരവും സാംസ്കാരികവുമായിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് ചെറുപ്പകാലം മുതലേ ബന്ധപ്പെട്ടിരിക്കുന്നത്. തൊട്ടടുത്തൊരു വായനശാലയുണ്ട്, അതിൻ്റെ സെക്രട്ടറി ആയിട്ടിരുന്നിട്ടുണ്ട്. ഒരു ക്ലബ്ബുകൾ അവിടെ രൂപീകരിച്ച് അങ്ങനെ സ്പോർട്സ് രംഗത്തും ഒക്കെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട്. അങ്ങനെ പൊതുപ്രവർത്തന മണ്ഡലത്തിൽ ഒരു നിറഞ്ഞു നിൽക്കുകയായിരുന്നു ചെറുപ്പകാലം മുതൽ തന്നെ. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖല ഞാൻ തന്നെ കണ്ടെത്തിയെന്ന് പറയുന്നതിനേക്കാൾ സ്വാഭാവികമായും ആ പാതയിലേക്ക് പോയി. ഞാനൊരു പ്രചാരകനായി മാറി. അങ്ങനെ പ്രചാരകനാകണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചു വാങ്ങിച്ചതൊന്നുമില്ല. എൻ്റെ വിചാരം ഞാൻ പണ്ടേ പ്രചാരം തന്നെയാണ്. കാരണം അതൊരു മനോഭാവമാണ്. ആ മനോഭാവം തന്നെയായിരുന്നു പണ്ടും ഉണ്ടായിരുന്നു. പിന്നെ വീട്ടിലാരും തടസ്സം പറഞ്ഞിട്ടില്ല. വീട്ടിൽ ഇപ്പോൾ ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ വിചാരിക്കും ഇത്രയും ശമ്പളമൊക്കെ കിട്ടുന്ന നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗം രാജിവെക്കാൻ വീട്ടിൽ അമ്മ സമ്മതിക്കും, ജ്യേഷ്ഠൻ സമ്മതിക്കും എന്നൊരു പക്ഷേ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്കൊക്കെ രാജിവെച്ചു എന്ന് പറയുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായില്ല. ശരി, ജ്യേഷ്ഠനും പറഞ്ഞു ഓക്കെ, അങ്ങനെ തന്നെ ആകട്ടെ. അവരൊക്കെ പൂർണ്ണ പിന്തുണയായിരുന്നു. അവർക്കൊന്നും അങ്ങനെ ഒരു വീട്ടിലോ ഒന്നും യാതൊരു എതിർപ്പും ഉണ്ടായില്ല. രാമജന്മഭൂമി പ്രക്ഷോഭ സമയത്താണ് എനിക്ക് തോന്നുന്നത് രാജിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മുഴുവൻ സമയം പ്രവർത്തിക്കാൻ ഇറങ്ങുന്നത്. അപ്പോൾ ആ സമയത്തുള്ള എങ്ങനെയായിരുന്നു കേരളത്തിലൊരു അന്തരീക്ഷവും ഹിന്ദു സംഘടനകളുടെ ഒരു ഈ വിഷയത്തിലുള്ള ഇടപെടൽ? വാസ്തവത്തിൽ രാമജന്മഭൂമി പ്രക്ഷോഭം ശക്തിപ്പെടുന്ന ഞാൻ വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ ഓർഗനൈസ് സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് തന്നെയാണ്. അന്ന് ഗിരിരാജ് കിഷോർ, അശോക് സിംഗാൾ അങ്ങനെയൊക്കെയുള്ള വിശ്വ ഹിന്ദു പക്ഷത്തിൻ്റെ തന്നെ ലീഡർഷിപ്പ് ആണ് വാസ്തവത്തിൽ ഈ ഒരു വിഷയം മുന്നിലേക്ക് വെക്കുന്നത്. ഒരു വലിയ സന്യാസി സമ്മേളനത്തിലാണ്, അതായത് ഒരു ധർമ്മ സംസദ് എന്ന് പറയുന്ന ഉടുപ്പിയിൽ വെച്ച് നടന്ന വലിയൊരു സമ്മേളനം. അതിനുശേഷം ഡൽഹിയിലും നടന്നു. അപ്പോൾ ആ സമ്മേളനത്തിൽ കേരളത്തിൽ നിന്നുള്ള സന്യാസിമാരെ ആയിട്ട് പോയത് ഞാനായിരുന്നു. അങ്ങനെയാണ് സജീവമായ ഒരു വലിയ ശ്രീരാമ ജന്മഭൂമി മുക്തി യജ്ഞസമിതി, അതായത് ഇതിൻ്റെ വിമോചനത്തിന് വേണ്ടി ഉള്ള ഒരു സമരസമിതി രൂപീകരിക്കുകയാണ്. ആ സമരസമിതിയാണ് പ്രക്ഷോഭങ്ങൾ ഏറ്റെടുത്തത്.
സന്യാസിമാരായിരുന്നു അതിൻ്റെ അകത്ത് കൂടുതലുണ്ടായിരുന്നു. ആ പ്രക്ഷോഭം ഏറ്റെടുത്തതോടുകൂടി കേരളത്തിലും ആ പ്രക്ഷോഭം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സന്യാസിമാരുണ്ടായിരുന്നു. അന്ന് ചെങ്കോട്ടുകോണം സത്യാനന്ദ സരസ്വതി സ്വാമികളുണ്ടായിരുന്നു. അദ്ദേഹം കേന്ദ്രീയ മാർഗദർശക മണ്ഡലം അതിൽ ഏറ്റവും സീനിയർ സന്യാസിമാരിൽ ഒരാളായിട്ട് അവിടെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ കേരളത്തിൻ്റെ പങ്കാളിത്തം ദേശീയ തലത്തിലും ഉയർന്നു. കർസേവയ്ക്ക് കേരളത്തിൽ നിന്നും ധാരാളം ആൾക്കാർ പങ്കെടുക്കാൻ സാധിച്ചു. വാസ്തവത്തിൽ അന്ന് ഗവൺമെൻറ് എതിരാണ്. പോലീസിൻ്റെ അറസ്റ്റ് ആദ്യത്തെ കർസേവയുടെ കാര്യമാണ്. പോലീസിൻ്റെ അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ അറിയാം. എന്നിട്ടും കേരളത്തിൽ നിന്നും ധാരാളം പേർ ട്രെയിനിൽ കയറി, ട്രെയിനിൽ ടിക്കറ്റ് കിട്ടാതെ ബുദ്ധിമുട്ടി, ട്രെയിൻ പലയിടത്തും പിടിച്ചിട്ടു ഒക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ നിന്നും ധാരാളം ആൾക്കാർ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ത്യാഗവും ഒക്കെ ആയിട്ട് അങ്ങനെ അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ നിന്ന് ഒരു വലിയ സംഘം ആൾക്കാർ അവിടെ പോയത്. ഇന്നും അതിൻ്റെ സ്മരണകൾ അവർ അയവിറക്കുന്ന അഭിമാനത്തോടു കൂടിയാണ്. രണ്ടാം മറ്റ് കർസേവയ്ക്കും ഇവിടുന്ന് ധാരാളം ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിശുദ്ധോഷത്തിൻ്റെ ചുമതല വഹിക്കുന്ന സന്ദർഭത്തിൽ കേരളത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള പ്രചാര പ്രവർത്തനങ്ങൾ നടത്താൻ, ശിലാപൂജ നടത്താൻ, അതുപോലെ തന്നെ രാമമന്ത്രം വീടുകളിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ജപിക്കാൻ, ഹനുമാൻ ചാലീസ എല്ലാ വീടുകളിലും ജപിക്കണം ഒരു ദീർഘകാലത്തോളം, അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനം, അങ്ങനെ നിരന്തരമായി ഒരു ജനസമൂഹത്തിൻ്റെ ഇടയിൽ രാമ ജന്മഭൂമിയുടെ വിമോചനം അത്യാവശ്യമാണ് എന്ന് ഒരു തോന്നലുണ്ടാക്കിയെടുക്കാൻ കഴിയും ജനങ്ങളുടെ. കേരളത്തിൽ അങ്ങനെ ഒരു വികാരമില്ലായിരുന്നു. വടക്കേ ഇന്ത്യ പോലെയല്ല കേരളം. കേരളത്തിൻ്റെ സമൂഹ മനസ്സ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ പ്രവർത്തനം മൂലം ഒരു നിഷേധഭാവത്തിലാണ്, നെഗറ്റീവാണ് അവരുടെ. ഇങ്ങനെയുള്ള കാര്യങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് അതിനെ മാറ്റിയെടുക്കാൻ വലിയ വിഷമമാണ്. ശിലാപൂജ നടത്തിയപ്പോൾ തന്നെ അതിനെതിരായിട്ടുള്ള പ്രചരണമായി. ഇവിടെ രാമായണ മാസം ആചരിക്കണം എന്നുള്ള ആഹ്വാനം 1980 ഉണ്ടായപ്പോൾ തന്നെ അതിനെതിരായിട്ട് പദയാത്രകൾ സംഘടിപ്പിച്ചവരാണ് DYFIക്കാർ. അന്ന് അവരിറക്കിയ ഒരു പുസ്തകം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. രാമായണ മാസത്തിനെതിരായിട്ടാണ്, രാമനെതിരായിട്ടാണ്, രാമായണത്തിനെതിരായിട്ടാണ്, ശംഭുകവധത്തെ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇത് തനി ഫാസിസ്റ്റ്, പിന്തിരിപ്പൻ, മൂരാച്ചി, ബൂർഷ്വാ സങ്കല്പം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചിരുന്ന കാലമാണ്. കേരളത്തിൻ്റെ മനസ്സിനെ അങ്ങനെ അവർ ഒരു പ്രത്യേക അവസ്ഥയിൽ കൊണ്ട് ഇന്ന് എത്തിച്ചിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ പെട്ടെന്ന് ഈ അയോധ്യ അല്ലെങ്കിൽ രാമജന്മഭൂമി ശിലാപൂജ എന്ന് പറഞ്ഞാൽ ആ ഒരു പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ അത് സ്വീകാര്യത കിട്ടില്ല. പക്ഷെ എന്നിട്ടും EMS നമ്പൂതിരിപ്പാടിൻ്റെ വീട്ടിൽ ശിലാപൂജ നടത്തി. അങ്ങനെ പലയിടങ്ങളിലും ശിലാപൂജ നടത്തി. പക്ഷെ പലയിടത്തും സമ്മതിച്ചില്ല, പല ക്ഷേത്രങ്ങളിലും സമ്മതിച്ചില്ല. അന്നൊക്കെ എതിർപ്പുണ്ടായിരുന്നു. പക്ഷെ ഇന്നത് മാറി. ഇന്നിപ്പോൾ അക്ഷതവും ആയിട്ട് പോകുന്ന സന്ദർഭത്തിൽ സ്വീകരിക്കാൻ വേണ്ടി ജനങ്ങളുടെ തിക്കും തിരക്കുകയാണ്. അന്ന് ശിലാപൂജ ഒരെണ്ണം നടത്താൻ വേണ്ടി വലിയ പാടാണ്. ഓരോ സ്ഥലങ്ങളിൽ പൂജ നടത്തി അതുമായിട്ട് നേരെ അയോധ്യയ്ക്ക് കൊണ്ടുപോകാനായിരുന്നു. ഇന്നും ആ കേരളത്തിൽ നിന്ന് അന്ന് കൊടുത്തയച്ച ആ ശിലകളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ ഭിത്തിയിലും അതുണ്ട്, എല്ലായിടത്തും അതുണ്ട്. അന്ന് വലിയ ബുദ്ധിമുട്ടായിരുന്നു. കാരണം മീഡിയ ഒരു വശത്ത്, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വേറൊരു വശത്ത്, എല്ലാവരും കൂടി ഒരു വലിയ ആക്രമണം അങ്ങോട്ട് തൊടുത്തുവിടുകയാണ് അയോധ്യക്കെതിരായി. ഇതിനിടയിൽ മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം, അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു മേൽക്കൈ, അങ്ങനെ പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ ഈ അയോധ്യ വിഷയത്തെ ഒന്ന് അവതരിപ്പിച്ചു കൊണ്ടുവരാൻ വലിയ വിഷമമായിരുന്നു. അശോക് സിംഗാൾ കേരളത്തിൽ വന്നപ്പോൾ ഈ വിഷയം പറയാനായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, ഒരു പത്രസമ്മേളനം നടത്തി. ആ പത്രസമ്മേളനത്തിൽ വെച്ച് പത്രക്കാർ അദ്ദേഹത്തെ വേണമെങ്കിൽ പിച്ച് ചീന്തി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് എങ്ങനെ അവിടെ ഒരു ക്ഷേത്രം പണിയാൻ സാധിക്കും എന്നുള്ളത് നിങ്ങൾക്കിങ്ങനെ സ്വപ്നം കണ്ടു നടന്നാൽ മതിയോ? സാധിക്കില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി എന്തിനാണ് ഈ മനുഷ്യായസ് നിങ്ങൾ ഇങ്ങനെ വിഫലമാക്കുന്നത്? എന്തിനാണ്? നിങ്ങളുടെ ജീവിതം തന്നെ വേസ്റ്റല്ലേ എന്ന് ചോദിച്ചവരുണ്ട് അദ്ദേഹത്തോട്. അദ്ദേഹം പക്ഷെ ചങ്കൂറ്റത്തോടു കൂടി പറഞ്ഞു, അമ്പലം, ക്ഷേത്രം അവിടെ തന്നെ പണിയും എന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ചിന്മയാനന്ദ സ്വാമിയോടും ചോദിച്ചത്. ഈ തർക്കമന്ദിരം തകർക്കപ്പെട്ടപ്പോൾ, ഇടിഞ്ഞു വീണപ്പോൾ അതിൻ്റെ 2 ദിവസം കഴിഞ്ഞ് ചിന്മയാനന്ദ സ്വാമി കേരളത്തിൽ വന്നു. കേരളത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തോട് ഇതേ ചോദ്യം തന്നെ ചോദിച്ചു. എയറോഡ്രോമിൽ വെച്ചാണ് അദ്ദേഹം വന്ന് ഇറങ്ങിയ ഉടനെ തന്നെ എല്ലാവരും കൂടെ പൊതുകിയായിരുന്നു അദ്ദേഹം പറഞ്ഞു,
അതിനുവേണ്ടി ആ തർക്കമന്ദിരം തകർക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളവർ അവരാരായിരുന്നാലും അവർ നമ്മുടെ ധർമ്മത്തിൻ്റെ കാവലാളന്മാരാണ്. ദേ ആർ വാരിയേഴ്സ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഉത്തരവാണ് കിട്ടിയത്. അവർ പ്രതീക്ഷിച്ചത് മേനന്തസ്വാമിയൊക്കെ ഇതിനെതിരായിട്ട് എന്തെങ്കിലും പറയുമെന്ന്. പക്ഷേ അതൊന്നും ആയിരുന്നില്ല. ഇവിടുത്തെ എല്ലാ സന്യാസിശ്രേഷ്ഠന്മാരും മഠാധിപതികളും ആധ്യാത്മികാചാര്യന്മാരും ധർമ്മഗുരുക്കന്മാരും സന്യാസിശ്രേഷ്ഠന്മാരും മഹാമണ്ഡലേശ്വരന്മാർ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് നടത്തിയ ഒരു വലിയ മുന്നേറ്റമായിരുന്നു വിശ്വഹിന്ദുപരിഷത്തിന്. കേരളത്തിൽ അതിൻ്റേതായിട്ടുള്ള ഒരു പ്രതിഫലനം ഉണ്ടായി എന്ന് പറയാം. പക്ഷേ വലിയ മുന്നേറ്റം സംഘടിപ്പിക്കാൻ പിന്നീട് മാത്രമേ സാധിച്ചു. ഈ രാമജന്മഭൂമി ആ പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്തും അതിനെതിരെയുള്ള എതിർപ്പുകൾ, ഇതിന് കർസേവയ്ക്ക് പോയവർക്കെതിരെയുള്ള ശാരീരികമായ ആക്രമണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അവരുടെ പോലീസിനെ കണ്ണുവെട്ടിച്ച് അത് നടത്തണമെന്നുണ്ടെങ്കിൽ, കാരണം കോൺഗ്രസ് ഭരിക്കുന്നു, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് കടന്നു കയറി എന്തായാലും അല്ല, കോൺഗ്രസ്സിൽ മുലായം സിംഗിൻ്റെ ഭരണമാണ്. അങ്ങോട്ട് കടന്ന് കയറി എവിടെ കിട്ടിയാലും എല്ലാവരും പെറുക്കിയെടുക്കുന്ന സമയമാണ്. റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കാലൂത്തി അപ്പോഴേ വാരിയെടുക്കുകയാണ്. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇറങ്ങി കാട്ടിക്കൂടെ കയറി, അല്ലെങ്കിൽ അത് ഗ്രാമങ്ങളിൽ കൂടി. പക്ഷേ ഒരു കാര്യം ഉണ്ടായിരുന്നു, അവിടുത്തെ ഗ്രാമീണർ മുഴുവൻ അനുകൂലമായിരുന്നു. ഇവിടുന്ന് പോകുന്ന ആൾക്കാർ, അവർക്ക് തമിഴ്നാട്ടിൽ നിന്നും മറ്റു സ്ഥലങ്ങളിൽ പോകുന്നവർക്ക് ആഹാരം, കുടിക്കാൻ വെള്ളം, കിടക്കാനുള്ള സൗകര്യം, ഇതെല്ലാം വളരെ അങ്ങേറ്റം അതിനുവേണ്ട എല്ലാ പ്രൊട്ടക്ഷനും അവർ തന്നു. പോലീസ് അറിയാതിരിക്കാൻ, അവരെ അറസ്റ്റ് ചെയ്യാനൊക്കെയല്ലോ പോലീസുകാർ, ഒരു ഗ്രാമത്തിലെ മുഴുവൻ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർ പോലീസിനെ അറിയാം അവരൊക്കെ അനുകൂലക്കാരാണ്. പക്ഷേ ഒരിക്കലും വെളിയിൽ നിന്ന് വരുന്നവരെ എല്ലാം ഉത്തർപ്രദേശിലേക്ക് പ്രവേശിക്കാതിരിക്കാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. പക്ഷേ അതിൻ്റെയൊക്കെ കണ്ണ് വെട്ടിച്ച് അതിനൊക്കെ വളരെ ശാസ്ത്രീയമായി, ആസൂത്രിതമായി, സുസംഘടിതമായി അവിടെ കർസേവ് നടത്താനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിരുന്നു. പോലീസിൻ്റെ കണ്ണ് വെട്ടിച്ച് നടത്താനുള്ള എല്ലാം ചെയ്തിരുന്നു. കാരണം അത് വളരെ എങ്ങനെ അത് പ്ലാൻ ചെയ്തിരുന്നു എന്ന് ആർക്കും പിടികിട്ടത്തില്ല. ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോകുന്നവർ എവിടെ ഇറങ്ങണം, എങ്ങോട്ടേക്ക് കൊണ്ടുപോകണം ചിലർക്ക് അറിയുന്നു. അവർ പറഞ്ഞിരുന്ന സ്ഥലങ്ങളിലുണ്ടായിരുന്നു. അവരെവിടേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് വേറെ ആർക്കും അറിയത്തില്ല. അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയത്തില്ല. അവരെ കൂട്ടിക്കൊണ്ട് അയോധ്യ ശ്രീരാമജന്മഭൂമിയിലേക്ക് എത്തിക്കാൻ അവർ വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അതോ ആർക്കറിയത്തില്ല. അങ്ങനെ വളരെ പ്ലാൻഡായിട്ട്. സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം രാജ്യം കണ്ട എല്ലാവരും പങ്കെടുത്ത, അല്ലെങ്കിൽ ഭാരതം മുഴുവനുണ്ടായ ഒരു സമരമാണിതെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇത്രയും ദീർഘകാലം അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെ വിമോചനം ത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എത്രയോ വർഷക്കാലം. അശോക് സിംഗാൾ എന്ന് പറയുന്ന മഹാത്മാവിൻ്റെ ജീവിതം അതിനുവേണ്ടി അങ്ങ് ഒഴിഞ്ഞു വെച്ചിരിക്കുകയില്ല. അദ്ദേഹത്തിന് ചിന്തിക്കാൻ ഇത് മാത്രമേ ഉള്ളൂ. ഏതവസരത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും സന്യാസിമാർ ഈ സന്യാസിമാരെ മുഴുവൻ രംഗത്തേക്ക് കൊണ്ടുവന്ന ഒരു ധാർമ്മിക മുന്നേറ്റം ഉണ്ടാക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ദീർഘദൃഷ്ടിയോട് കൂടിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുണ്ടല്ലോ. അത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാണുകയാണ്. സ്വാതന്ത്ര്യ സമരത്തിൽ അത് വേറെ രീതിയിലായിരുന്നു. പക്ഷേ ഈ പ്രക്ഷോഭത്തെ മുന്നിൽ നിർത്തിയിരിക്കുന്ന മുഴുവൻ സന്യാസിമാരാണ്. പരസ്പരം യോജിക്കാത്ത, വ്യത്യസ്ത സമ്പ്രദായങ്ങളിൽപ്പെട്ടവർ, വ്യത്യസ്തമായിട്ടുള്ള പരമ്പരകളിൽപ്പെട്ടവർ, ദ്വൈതവാദികൾ, അദ്വൈതവാദികൾ, വിശിഷ്ടാദ്വൈതവാദികൾ, ശൈവര്, വൈഷ്ണവര്, ശാക്തേയര്, അങ്ങനെയുള്ളവർ, ഗാണപത്യ വിഭാഗക്കാർ, ഇവരെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് ഒരു പ്രക്ഷോഭം നടത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമാണ്. അദ്ദേഹത്തിനത് സാധിച്ചു. ഇതിന് തുടക്കമിട്ടത് വേണമെങ്കിൽ നമുക്ക് പറയാതെ ഗുരുജിയാണ്. ഗുരുജി 1966 നടന്ന ലോക ഹിന്ദു സമ്മേളനം. ആ ലോക ഹിന്ദു സമ്മേളനത്തിൽ ഇതുപോലെ തന്നെ ശങ്കരാചാര്യന്മാരെ എല്ലാവരെയും സാന്ദീപനി സാധനാലയത്തിൽ വിളിച്ചു കൂട്ടാൻ സാധിച്ചു. എല്ലാ ശങ്കരാചാര്യന്മാരും വന്നു. അതുപോലെ തന്നെ ഈ വല്ലഭാചാര്യർ, രാമാനുജാചാര്യർ, ശങ്കരാചാര്യർ, ഇങ്ങനെയൊക്കെയുള്ള പല പല ആചാര്യശ്രേഷ്ഠന്മാർ, ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയില്ലേ. അവിടം തൊട്ട് തുടങ്ങിയതാണ്. വിശ്വഹിന്ദുപരിഷത്തിൻ്റെ രൂപീകരണം തന്നെ അങ്ങനെയാണ്. വിശ്വഹിന്ദുപരിഷത്ത് ഒരു കോമൺ പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ്, ഒരു പൊതുപ്രവർത്തന വേദി എന്നുള്ള നിലയ്ക്കാണ്. അത് സന്യാസിമാർ അവരെല്ലാവരെയും, എല്ലാ സമ്പ്രദായക്കാരെയും ഒരുമിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ലോകാടിസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുത്തത്. അത് ഗുരുജിയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അപ്പോൾ അങ്ങനെയൊരു അതിൻ്റെ പിന്തുടർച്ച പിന്നീട് പലരും അതിൻ്റെ ചുമതല ഏറ്റെടുത്ത് രംഗത്ത് വന്നിരുന്നു. ഒരു ദിഗ്വേക്കർജി ഉണ്ടായിരുന്നു, അങ്ങനെ പലരും ഉണ്ടായിരുന്നു. അശോക് സിംഗാൾ അദ്ദേഹം സംഘത്തിൻ്റെ ഡൽഹി പ്രാന്ത
പ്രചാരകനായിരുന്നു. അദ്ദേഹത്തെ ഈ ഒരു പ്രത്യേക ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. അതോടുകൂടിയാണ് ഇതിനൊരു ജനകീയ സ്വഭാവം ഉണ്ടായത്. പ്രക്ഷോഭം ഏറ്റെടുത്തു. വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തന അജണ്ടയിലെ നമ്പർ 1 അത് അയോധ്യ ശ്രീരാമ ജന്മഭൂമിയുടെ വിമോചനം എന്ന് തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാ ഓൾ ഇന്ത്യ ഗവേണിംഗ് കൗൺസിൽ കൂടുമ്പോഴും ഇതേക്കുറിച്ചാണ് ചർച്ച. അദ്ദേഹത്തിൻ്റെ ആ ബുദ്ധി, അതായത് ആദ്യമായിട്ടൊരു കർസേവപുരം 250 ഏക്കർ അങ്ങ് വാങ്ങിച്ചു സ്ഥലം, പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ. എന്നിട്ട് അവിടെ ക്ഷേത്രം ഭാവിയിൽ പണിയാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ പ്ലാനും സ്കെച്ചും എസ്റ്റിമേറ്റും എടുത്തു. എന്നിട്ട് കല്ലിൻ്റെ പണി അങ്ങ് തുടങ്ങുകയാണ്. ഈ കല്ല് ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ കഴിക്കാൻ പറ്റിയിട്ടില്ല, അവിടെ അടുപ്പിക്കുന്നില്ല, അവിടെ പട്ടാളത്തിൻ്റെ കയ്യിലാണ്, അവിടെ ഒന്നും ചലിക്കാൻ പോലും പറ്റില്ല. അങ്ങനെയുള്ളിടത്ത് ക്ഷേത്രം പണിയും, നമുക്ക് പണിയാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് റോസ് മാർബിൾ അങ്ങ് രാജസ്ഥാൻ ഒക്കെ ലോറിയിൽ കയറ്റി ഇറക്കുകയാണ്. അഭിമാനത്തോടുകൂടി അതിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. നിന്നുകൊണ്ട് അതിൻ്റെ പണി നടക്കട്ടെ എന്ന് പറയുകയാണ്. കർസേവപുരം എന്നാണ് അതിന് പേരിട്ടത്. അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം, ആത്മാഭിമാനം, ആത്മധൈര്യം, അതിൻ്റെ പിന്നിൽ ജനം അണിനിരന്നു. അന്ന് കളിയാക്കിയ ആൾക്കാർ അദ്ദേഹത്തെ കേരളത്തിൽ വന്നപ്പോൾ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഏത് പത്രസമ്മേളനം നടത്തിയാലും എപ്പോഴും അദ്ദേഹത്തിൻ്റെ നേരെ ചോദ്യശരങ്ങളാണ്. പക്ഷെ അതിന്ന് ഫലപ്രാപ്തിയിലെത്തിയില്ല. അപ്പോൾ എത്ര പേരുടെ ചോര, എത്ര പേരുടെ കണ്ണീർ, എത്ര പേരുടെ ത്യാഗം ഒക്കെ ഉണ്ടായിട്ടുണ്ട്. കോത്താരി സഹോദരന്മാർ 2 പേർ, അച്ഛനും അമ്മയ്ക്കും 2 മക്കൾ, 2 ആൺതരികളേ ഉള്ളൂ. 2 പേരുടെ ശവശരീരം കിടക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത്. അച്ഛനും അമ്മയും വരികയാണ്. വന്ന് അമ്മ 2 ശവശരീരങ്ങളും മക്കളുടെ ശവശരീരം മടിയിൽ വെച്ചുകൊണ്ട് നിൽക്കുന്ന ആ ആളിൻ്റെ മുന്നിലേക്ക് അശോക് സിംഗാൾ ചെല്ലുകയാണ്. ആലോചിച്ച് നോക്കണം, എന്ത് മറുപടി പറയും? അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ചെവിക്കൊണ്ടുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങി രാമലക്ഷ്മണന്മാരാണ് നിങ്ങളെന്ന് പറഞ്ഞ് അമ്മ യാത്രയാക്കിയത്. ജയ് ശ്രീറാമെന്ന് വിളിച്ച് വീട്ടിൽ നിന്ന് യാത്രയാക്കിയത്. ആ അമ്മയ്ക്ക് അവരുടെ ശവശരീരമാണ് കാണാൻ പറ്റുന്നത്. അവരോട് എന്ത് മറുപടി പറയും? അശോക് സിംഗാളിന് പോലും എന്ത് മറുപടി പറയണം? പക്ഷേ ആ അമ്മ പറഞ്ഞു, ഈ 2 പേർ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്നും ആകെ ഉണ്ടായിരുന്ന 2 ആൺതരികളാണ്. പക്ഷേ എനിക്കൊരു ദുഃഖമേ ഉള്ളൂ. അശോക് സിംഗാൾ പറയാണ്, ഭാവിയിൽ ഇവിടെ അമ്പലം പണിയും, ക്ഷേത്രം പണിയും, അതിലൊരു കല്ലെടുത്ത് വെക്കാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇനി ആരുമില്ല, ഒരാൺതരി പോലും ഇല്ല, ആ ദുഃഖമേ ഉള്ളൂ എന്നാണ് അശോക് സിംഗാളിനോട് പറഞ്ഞത്. അശോക് സിംഗാൾ അത് എപ്പോഴും പറയും എല്ലാവരോടും. അത് ആ കാലം അദ്ദേഹം മർദ്ദനേറ്റു. നമ്മുടെ ഇപ്പോഴത്തെ പല പ്രക്ഷോഭത്തിലും നേതാക്കന്മാരല്ലല്ലോ തല്ലുള്ളൂ. പക്ഷെ കർസേവിൽ അദ്ദേഹം മുമ്പിൽ നിന്നത് അദ്ദേഹത്തിൻ്റെ നെറ്റിക്കിട്ടാണ്, തലക്കിട്ടാണ് അടികൊണ്ടത്. ആ ചോര വാർന്നൊലിച്ചുകൊണ്ട് നിൽക്കുന്ന കാഴ്ച. അദ്ദേഹം പിന്തിരിഞ്ഞു പോയില്ല. അദ്ദേഹം വെച്ച് കെട്ടിക്കൊണ്ട് വീണ്ടും കർഷകരുടെ അഭിസംബോധന ചെയ്തു. വീണ്ടും വന്നു അദ്ദേഹം അവിടെ. പിറ്റേ ദിവസം അവിടെ എത്തി. അദ്ദേഹം പറഞ്ഞു, ഈ അയോധ്യ മാത്രമല്ല, നഷ്ടപ്പെട്ടു പോയ എല്ലാ ക്ഷേത്രങ്ങളും, തച്ച് തകർക്കപ്പെട്ട അന്യാധീനപ്പെട്ടു പോയ എല്ലാ ക്ഷേത്രങ്ങളും വിമോചിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ആ പ്രസ്താവന വന്നതോടുകൂടി അദ്ദേഹത്തെ വീണ്ടും കുറ്റവാളിയാക്കി. കാരണം അദ്ദേഹം പ്രിയലാവ് ഉണ്ടാക്കാൻ പോവാണ്, ഭാരതം മുഴുവൻ ചോര ഇനി ഒലിക്കാൻ പോകുന്നു, ചോരപ്പുഴയാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നാണ് അന്ന് കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ പറഞ്ഞു. മുലായം സിംഗിൻ്റെ അന്നത്തെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, പരുന്ത് പോലും പറക്കില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന. അതെ. അതിനുശേഷം നടന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് അത് സാധ്യമായത്? അല്ലത് ജനശക്തിയുടെ സമാഹരണമാണ്. ഈ അയോധ്യയിൽ ചെയ്ത കാര്യങ്ങളല്ല, ഇതൊക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നിറങ്ങിച്ചെന്ന് ഇതിനൊരു ജനകീയ പ്രക്ഷോഭമാക്കി മാറ്റി എന്നുള്ളതാണ്. അവിടെ പോയി 2 ബഹളം ഉണ്ടാക്കലും അതിതുമല്ല നടന്നിരിക്കുന്നത്. അതൊക്കെ അതിൻ്റെ വേറൊരു വശമാണ്. പക്ഷേ ഇവിടെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെ ഉള്ള ജനങ്ങളെ മുഴുവൻ ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണ് വർഷങ്ങൾ വേണ്ടി വന്നു. അവരെ എൻത്യൂസ് ചെയ്യാൻ, അവരെ പ്രേരണയും പ്രചോദനവും നൽകി, അവരെ രംഗത്തേക്ക് കൊണ്ടുവന്നു. അതിനൊക്കെ ഒത്തിരി പാടുപെട്ടിട്ടുണ്ട്. അതിനുവേണ്ടി രാമമന്ത്ര ജപം, അവിടെ ഒരു ഹരികഥ
സമിതി തന്നെ ഈ ഉത്തർപ്രദേശിൽ രൂപീകരിച്ചായിരുന്നു. ഫുൾ ടൈം വർക്ക് ചെയ്യുന്നവർ, ഗ്രാമങ്ങളിൽ പോവുക, രാമകഥകൾ പറയുക, പാടുക, ഹരികഥ, അങ്ങനെ ബാച്ചായിട്ട് അങ്ങനെ 100 കണക്കിന് ഫുൾ ടൈം ആൾക്കാർ ഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച്, ഇതൊരു വലിയ ചരിത്രമുണ്ട് അതിൻ്റെ പിന്നിൽ. ജനസമൂഹത്തെ ഉണർത്തി വളർത്തി അവരെ അതിനെ ഒരു വലിയ അതിൻ്റെ ഒരു വിരാട രൂപം അതിലേക്ക് കൊണ്ടുവരാൻ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നവരുടെ ത്യാഗം വളരെ വലുതാണ്. വലിയൊരു കഷ്ടപ്പാടും കഠിനാധ്വാനം അതിൻ്റെ പിന്നിലുണ്ട്. അതിനുശേഷം മാറാട്ടെ ആ ഒരു സംഭവം, അവിടുത്തെ അമ്മമാർ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന പേരുകളിലൊന്നാണ് കുമ്മനം രാജശേഖരൻ. ആ സമയത്ത് രാജേട്ടനായിരുന്നു അവിടെ പോയത്. അന്നത്തെ സാഹചര്യം അതിനെ എങ്ങനെ നേരിട്ടു? ഞാനിവിടെ ഓർഗനൈസിംഗ് സെക്രട്ടറി, വിഷയദോഷത്തിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോഴാണ് മാറാടിങ്ങനെ 8 പേർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നു. അപ്പം ഞാനിത് കേട്ട മാത്രമേ ഉടനെ തന്നെ രാത്രി ട്രെയിൻ ഇവിടുന്ന് കയറി വെളുപ്പിനെ അവിടെ ചെന്നു. ഈ രാത്രിയിലാണല്ലോ സംഭവം, സന്ധ്യ കഴിഞ്ഞുള്ള സമയമാണ്. വെട്ടേറ്റു, ആളുകളെ ആശുപത്രി കൊണ്ടുപോകുന്നു, മരിക്കുന്നു. ഞാനവിടെ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ആകെ വളരെ ശോകമുഖമാണ്. കോഴിക്കോട് ടൗൺ തന്നെ നിശ്ചലമായി. ഈ വാർത്ത പരന്ന് ഞാനുടനെ ആശുപത്രിയിലേക്കാണ് പോയത്. കാരണം എല്ലാ മൃതദേഹവും അവിടെ തന്നെ ഉണ്ട്. ആശുപത്രിയിൽ പോയി എല്ലാ അവിടുത്തെ പ്രവർത്തകരെയൊക്കെ, എനിക്ക് അധികം പരിചയം കോഴിക്കോടില്ല, കാരണം ഞാൻ കൂടുതലും തിരുവിതാംകൂർ പ്രദേശത്താണ്. എങ്കിലും കാര്യകർത്താക്കളെ അറിയാം, സംഘടനയുടെ ആൾക്കാരെ എല്ലാവരും അറിയാം. അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു എന്ത് ചെയ്യണം. കാരണം പെട്ടെന്നുണ്ടായ ഒരു സംഭവമാണ്. എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊരു അവിടെയുള്ളവർക്ക് അറിഞ്ഞുകൂടെ, അവരും ആകെ വിഭ്രാന്തിയിലാണ്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ആശുപത്രി പരിസരത്തേക്ക് അന്ന് മന്ത്രി ശങ്കരൻ, KP ശങ്കരൻ എന്ന് തോന്നുന്നു, അതെ KT ശങ്കരൻ, ആ മന്ത്രി കോഴിക്കോടുകാരനാണ്. അദ്ദേഹം അതിലെ കടക്കുന്നു ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ജനം അങ്ങോട്ട് ഇളകി. അദ്ദേഹം പിന്നെ സ്ഥലം വിടുകയാണ്, ഓടി രക്ഷപ്പെടുകയാണ്. അതൊക്കെ ആണ് എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയാൻ പാടില്ലാത്തൊരവസ്ഥ. ആകെ സംഘർഷം, ഉള്ളിൽ സംഘർഷം, ദുഃഖം, പ്രതിഷേധം, അമർഷം, ഉത്കണ്ഠ, സമ്മിശ്ര വികാരം. എന്ത് ചെയ്യണമെന്ന് എനിക്കും അറിയാൻ പറ്റുന്നില്ല, എന്താ ചെയ്യേണ്ടത്. ഇത് അതേസമയം അവിടെ പോലീസും എല്ലാവരും വളഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, പോലീസിൻ്റെ കയ്യിലാണ്, അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ നിർത്തിയില്ലാത്ത അവസ്ഥയാണ്. അതേസമയം അമർഷവും പ്രതിഷേധവും അങ്ങനെ കടിച്ചമർത്തി നിൽക്കുകയാണ്. മൃതദേഹം എടുക്കുകയാണ്, ഓരോ മൃതദേഹങ്ങളും എടുത്ത് ആംബുലൻസിലേക്ക് കയറ്റുകയാണ്. ആംബുലൻസിലേക്ക് കയറ്റി 8 ആംബുലൻസ് വാനുകളാണ് ഉള്ളത്, വരിവരിയായിട്ട് പോവുകയാണ്. ആ ഗ്രാമത്തിലേക്ക് ചെല്ലുമ്പോൾ എന്ത് പറയും, ബന്ധുമിത്രാദികൾ കരഞ്ഞ് വാവിട്ട് നിലവിളിക്കുന്ന ബന്ധുമിത്രാദികൾ. ആശവശരീരങ്ങൾ എല്ലാം തന്നെ അന്ന് വൈകുന്നേരത്തൊക്കെ എത്തി അവിടെ 8 മൃതദേഹങ്ങൾ ഒരുമിച്ച് സംസ്കരിക്കുകയാണ്. ആ ചിതയ്ക്ക് മുമ്പിൽ കിടന്ന് വാവിട്ട് നിലവിളിക്കുന്ന ആ ഗ്രാമം ഒരു ഗ്രാമമാണ്, ഒരു കടലോര ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ മുഴുവൻ അങ്ങനെ എന്ത് ചെയ്യണം, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു, കരയുന്നു. എല്ലാവരെയും നിയന്ത്രിക്കാനും നമ്മൾ സംയമനം പാലിച്ച് എല്ലാവരുടെ അടുക്കലൊക്കെ പോയി നിയന്ത്രിക്കാൻ പറ്റും. ഏതായിരുന്നല്ലോ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഉടനെ തന്നെ തീരുമാനിച്ചത് ഒരു വലിയ പ്രക്ഷോഭമാക്കുക എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അങ്ങനെയാണ് എല്ലാ ഹിന്ദു സംഘടനകളും യോഗം അടിയന്തരമായിട്ട് വിളിച്ചു കൂട്ടി. അത് ഏറ്റവും എല്ലാ സംഘടനകളും രംഗത്ത് വന്നു. അവരൊക്കെ പിറ്റേ ദിവസം മുതൽ, ഇപ്പോൾ ഞാൻ പിറ്റേ ദിവസം രാവിലെ നോക്കുന്ന സന്ദർഭത്തിൽ ചിദാനന്ദപുരി സ്വാമി വരുന്നു, സന്യാസിമാർ വരുന്നു. അവർക്ക് വെറുതെ അല്ല വരുന്നത്, ഒരു കരിയുമായി പച്ചക്കറിയുമായി ഈ വീടുകളിലൊക്കെ പാചകം ചെയ്ത് അവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ, അവരെ ആശ്വസിപ്പിക്കാൻ നിരവധി ആളുകൾ. കാരണം ഇങ്ങനെയൊരു കൊലപാതകം ഉണ്ടാകുന്നിടത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങോട്ട് പ്രവേശിച്ചില്ല. പക്ഷേ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, എന്നിട്ടും ആളുകൾ വരികയാണ്. അവരെല്ലാം പല സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരികയാണ്, വന്ന് അവരെ ആശ്വസിപ്പിക്കാനും ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളതാണ്. ഉടനെ തന്നെ വിളിച്ചുകൂട്ടി ഒരു ആക്ഷൻ കൗൺസിൽ എടുത്തു, ഒരു കർമ്മസമിതി രൂപീകരിച്ചു. ആ കർമ്മസമിതിയിൽ
BK എറാടി സാറായിരുന്നു ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ NSSൻ്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു. SNDP യോഗം, ധീവരസഭ, അങ്ങനെ എല്ലാ സംഘടനകളും ഉണ്ടായിരുന്നു. ആദ്യം തീരുമാനിച്ചതൊരു സംസ്ഥാന തലത്തിലുള്ള, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി. അവിടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹാളിൽ ഏതാണ്ട് 1500ഓളം പ്രതിനിധികൾ പങ്കെടുത്തു. എല്ലാ ജില്ലയിൽ നിന്നും 10-20 പേർ പങ്കെടുക്കുന്ന ഒരു വലിയ സ്റ്റേറ്റ് ലെവൽ കൺവെൻഷനായിരുന്നു. ഇത് 3-ാം തീയതി സംഭവം, മറ്റേ 20-ാം തീയതിയാണ്. അപ്പോഴത്തേക്കും ഈ സംഭവത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ചിത്രം ഇറങ്ങി. ഗവൺമെൻറ് അത് നിരോധിച്ചു. അതോടൊപ്പം തന്നെ ധാരാളം ഫോട്ടോസ് എടുത്തൊരു പ്രദർശനം നടത്താൻ തീരുമാനിച്ചു. അതും നിരോധിച്ചു, അനുവദിച്ചില്ല. അപ്പം അങ്ങനെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു അടിച്ചമർത്തലാണ്, ഒരു പ്രക്ഷോഭം ഉണ്ടാകുക. കാരണം അതിനൊരു കാരണമുണ്ട്. പ്രക്ഷോഭം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങും. നമ്മളങ്ങനെ സംഘർഷത്തിലേക്ക് ഉദ്ദേശിച്ചിട്ടേ ഇല്ല. നമുക്ക് ഈ വിഷയത്തിൽ റിസീവിങ് എൻഡിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ എല്ലാ വിധത്തിലും ഇതിൻ്റെ ദുരിതം അനുഭവിക്കേണ്ടി വന്ന സമൂഹമുണ്ട്. ആ സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ, ആവലാതികൾ, ആക്ഷേപങ്ങൾ ഇത് കേൾക്കണം, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കണം. ഇതേ ഉള്ളൂ. പിന്നെ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. ഇതേക്കുറിച്ച് ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രസ്ഥാനങ്ങൾ, ശക്തികൾ, അവർക്ക് ആയുധം നൽകിയവർ, പണം നൽകിയവർ, ഇതിൻ്റെ സോഴ്സസ്, അതിൻ്റെ ഉത്ഭവം എവിടെയാണ്, ഇതെല്ലാം കണ്ടുപിടിക്കണം. അങ്ങനെ വിദഗ്ധവും വിശദവുമായൊരു അന്വേഷണം നടക്കണം. ഇതൊക്കെയായിരുന്നു നമ്മുടെ 10 ഡിമാൻഡാണ്. ആ 10 ഡിമാൻഡ് നമ്മൾ 20-ാം തീയതിയത്തെ കൺവെൻഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് പ്രക്ഷോഭം ആരംഭിച്ചു. പലതരത്തിലുള്ള പ്രക്ഷോഭമാണ്. അപ്പോഴത്തേക്ക് ഗവൺമെൻറ് ഓരോ ലക്ഷം രൂപ ഓരോ വീടുകളിലേക്ക് അനുവദിച്ചു. ആ വീട്ടുകാരെല്ലാവരും പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ തീരുമാനിച്ചത് സ്വീകരിക്കേണ്ട കാര്യമില്ല. ചെക്ക് കൊണ്ട് കൊടുത്തു. അന്ന് സ്ത്രീകൾ, 5000-ഓളം സ്ത്രീകൾ മാറാട് നിന്നും പ്രകടനമായിട്ട് പോയി കലക്ടറുടെ മേശപ്പുറത്തേക്ക് ഈ ചെക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തു. നിങ്ങളുടെ പിച്ചക്കാശ് ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. അതൊരു വലിയ സംഭവമായിരുന്നു. പിച്ചക്കാശ് വേണ്ടായിരുന്നു. അതൊരു ഭയങ്കരമായ ഒരു ഗവൺമെൻറ്റിനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഇത് പിടിച്ചാൽ കിട്ടുന്നൊരു കാര്യമല്ല. പ്രക്ഷോഭം വ്യാപിക്കുകയാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും. സംഘർഷത്തിൻ്റെ ഭാഷയിലല്ല, ജനങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനുള്ള വേദികൾ കണ്ടെത്തി അവിടെയാണ്. അതേസമയം ഈ പിക്ചർ, ഈ ഫോട്ടോസ് ഒന്നും പ്രദർശിപ്പിക്കാൻ അനുവദിക്കാതിരിക്കുക, ഈ ഫിലിം വളരെ അങ്ങേറ്റം ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ കഴിയുന്ന, മനസ്സാക്ഷിയെ ഉണർത്തുന്ന വിധത്തിലുള്ള ഒരു ഫിലിമാണ്, ഒരു ചിത്രമാണ് തയ്യാറാക്കിയത്. ഒരു വീഡിയോ ചിത്രമാണ് തയ്യാറാക്കിയത്. അത് പിന്നീട് നമ്മൾ കാണിച്ചു, അത് വേറൊരു കാര്യം. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ ആ കാലത്ത് അങ്ങനെ പ്രചാരത്തിൽ പരമാവധി നമ്മൾ കൊടുത്തിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് പഠിക്കൽ അനുവദിച്ചില്ല, അത് പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു, അനുവദിച്ചില്ല. ചിത്രങ്ങളൊക്കെ വെച്ചിരുന്നു, അതൊക്കെ എടുത്തുകൊണ്ട് പോയി പോലീസ്. അങ്ങനെ അടിച്ചമർത്തൽ ഒരു വശത്ത്, പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടുള്ള പ്രക്ഷോഭം മറ്റൊരു വശത്തെ ശക്തി പ്രാപിച്ചു. അങ്ങനെ 7 മാസക്കാലം നീണ്ടുനിന്ന സമയമായിരുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു തുള്ളി ചോര പോലും കേരളത്തിൻ്റെ മണ്ണിൽ വീണില്ല. പ്രക്ഷോഭം സമാധാനപരമായി, തീർത്തും അങ്ങേയറ്റം ഏകോപിതമായി, ഐക്യത്തോടുകൂടി, ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭമായിരുന്നു. അതുകൊണ്ടാണ് അവസാനം ഗവൺമെൻറ് ജുഡീഷ്യൽ എൻക്വയറി പ്രഖ്യാപിച്ചു, ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു, ഇതൊക്കെ ചെയ്തു. പക്ഷെ നമ്മുടെ ആവശ്യം അതായിരുന്നില്ല. നമുക്ക് 10 ഡിമാൻഡുണ്ട്. 10 ലക്ഷം രൂപ കൊടുക്കണം ഇവർക്ക്, 5 ലക്ഷം രൂപ പരിക്കേറ്റവർക്ക് കൊടുക്കണം, വീട് തകർന്നവർക്ക് വീട് പണിത് കൊടുക്കണം, മരിച്ചു പോയ ആരൊക്കെ അവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി കൊടുക്കണം, സർക്കാർ ജോലി കൊടുക്കണം, കോസ്റ്റൽ ഗാർഡിനെ ഏർപ്പെടുത്തണം, ആ ഗ്രാമത്തിൻ്റെ മുഴുവൻ പുനരുദ്ധാരണത്തിന് ആവശ്യമായിട്ടുള്ള ചെയ്യണം. എന്തൊക്കെ ആവശ്യപ്പെട്ടാൽ മുഴുവൻ സർക്കാർ അംഗീകരിച്ചു. CBI അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു നമ്മൾ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ടൊരു ആവശ്യമാണ്. ഒക്ടോബർ 5-ാം തീയതി, ഇത് മെയ് മാസത്തിലെ സംഭവമാണ്. മെയ്, ജൂൺ, ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, അതുവരെ പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. അന്നത്തെ മുഖ്യമന്ത്രി യോഗം വിളിച്ചു. അപ്പോൾ ഇതിനിടയിൽ ഒരു മധ്യസ്ഥനായിട്ട് നമ്മൾ P. ഗോപിനാഥൻ നായർ സാറിനെ രംഗത്ത് വന്നു. 2 കൂട്ടരും അംഗീകരിച്ചു. ഗോപിനാഥൻ നായർ സാറ് വരുന്നതിന് മുമ്പ് തന്നെ 2 കക്ഷികളും ചർച്ച നടത്തി കോഴിക്കോട് വെച്ച്. ഗോപിനാഥൻ നായർ സാർ എല്ലാ വിഭാഗക്കാരുമായിട്ട് സംസാരിച്ചു.
തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തിയ കുഞ്ഞാലിക്കുട്ടിയും മുനീർ, അതുപോലെ ഹിന്ദു സംഘടനകൾ ഭാഗത്തു നിന്നും ആക്ഷൻ കൗൺസിൽ അതിൻ്റെ ചുമതല വഹിക്കുന്ന സുരേഷ്, അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. BJPയുടെ ഭാഗത്ത് നിന്ന് EP മൂന്നൻ ശ്രീധരൻപിള്ള അവരെല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ചർച്ച നടത്തി. രാവിലെ തുടങ്ങിയ ചർച്ച വൈകുന്നവരെ 3 മണിയോട് കൂടിയാണ് തീരുമാനത്തിലെത്തി. നമ്മുടെ ആവശ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കാം. പക്ഷേ CBIയുടെ അന്വേഷണം അതിൻ്റെ കാര്യത്തിൽ നിയമപ്രശ്നമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറ്റപത്രം സമർപ്പിക്കുകയാണ്. അത്രയും സ്റ്റേജായ ഒരു കേസിൽ വീണ്ടും CBI അന്വേഷണം നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. നിയമപ്രശ്നമാണ്. ശരി, നമ്മൾ പറഞ്ഞു ശരി, നിയമപ്രശ്നമാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലുണ്ട്, നിയമജ്ഞനാണ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് വിധേയമായി CBI അന്വേഷണത്തിന് താത്വികമായിട്ട് അംഗീകരിക്കണം. അങ്ങനെ അംഗീകരിച്ചു. അങ്ങനെയാണ് പ്രക്ഷോഭം അതിൻ്റെ എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ചുകൊണ്ട് അതിൻ്റെ പരിസമാപ്തിയിലെത്തുന്നു. ഇതേ സമയം അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം കുടുംബങ്ങൾ പലരും അവിടെ നിന്ന് സ്ഥലം വിട്ടിരുന്നു. പള്ളിയിൽ നിന്നും നിരവധി ആയുധങ്ങളാണ് കുഴിച്ചെടുക്കുകയായിരുന്നു. അതായത് JCB കൊണ്ടുവന്ന് കുഴിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ വാള് കിട്ടുന്നു, പല പല സ്ഫോടക വസ്തുക്കളും കിട്ടുന്നു. തൂണിൻ്റെ അകത്ത് പോലും സ്ഫോടക വസ്തുക്കളും ശേഖരിച്ചിരിക്കുന്നു. അങ്ങനെ അതിൻ്റെ പരിസര പ്രദേശത്തെമ്പാടും ഒരു വലിയ കൂട്ടക്കൊലയ്ക്കുള്ള, കലാപത്തിനുള്ള, അക്രമത്തിനുള്ള എല്ലാ സന്നാഹങ്ങളും ഉണ്ടായി. ആ ഒരു എല്ലാം പിന്നീടാണ് വെളിച്ചത്ത് വരുന്നത്. ഇപ്പോൾ ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് ഇതേക്കുറിച്ചെല്ലാം പ്രതിപാദിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ, ഇതിൻ്റെ അകത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ പങ്കിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്തർ സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വിശദമായ വലിയൊരു റിപ്പോർട്ടാണ്. എനിക്ക് തോന്നുന്നു 1200 പേജ് മറ്റ് ഉള്ളൊരു വലിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിലും CBI അന്വേഷണത്തെക്കുറിച്ചാണ് പറയുന്നത്, ശുപാർശ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ആവശ്യങ്ങളെല്ലാം അംഗീകരിച്ചിരിക്കുന്നു. ജുഡീഷ്യൽ എൻക്വയറി കമ്മീഷനായി മറ്റേ CBI അന്വേഷണത്തെ സംബന്ധിച്ചുള്ള തീരുമാനമായി. അങ്ങനെ എല്ലാ കാര്യങ്ങളും തീരുമാനമെടുത്തുകൊണ്ടാണ് പ്രക്ഷോഭം അവസാനിക്കുന്നത്.